മോഷ്ടാവെന്നാരോപിച്ച ആൾക്കൂട്ടം മനുഷ്യജീവൻ കവർന്നെടുക്കുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യമേ പോലീസിനെ അറിയിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല ഒരു കുടുംബത്തെ കൂടി സംരക്ഷിക്കാൻ സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് ഇടുക്കി കഞ്ഞിക്കുഴി പോലീസിന്റെ ഒരിടപെടൽ. കഴിഞ്ഞ ദിവസം കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അപരിചിതനായ ഒരാൾ ചാക്കുകെട്ടുകളുമൊക്കെയായി നാട്ടിൽ കൂടെ ചുറ്റിത്തിരിയുന്നു, മോഷ്ടാവാണോ എന്ന് സംശയമുണ്ടെന്നായിരുന്നു ഫോൺ കോൾ. ഈ സന്ദേശം കിട്ടിയ ഉടനെ തന്നെ സബ് ഇൻസ്പെക്ടർമാരായ താജുദ്ദീനും അജിത് കുമാറും ഒപ്പം തന്നെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷെരീഫും ഈ സ്ഥലത്തേക്ക് പോയി. ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയപ്പോൾ ആളെ കണ്ടില്ല. തുടർന്ന് പോലീസ് അതുവഴി വന്ന വാഹനം കൈകാണിച്ചു നിർത്തി ആളെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഒരാൾ പനംകുട്ടിയിൽ നിന്നും നേരിമംഗലം റൂട്ടിലേക്ക് വിജനമായ റോഡിലൂടെ നടന്നു പോകുന്നതായി പറഞ്ഞു. സ്റ്റേഷൻ പരിധി കഴിഞ്ഞെങ്കിലും അയാളെ കണ്ടെത്താനും ആരെന്നറിയുന്നതിനും വേണ്ടി നേരെ നേരിമംഗലം റോഡിലൂടെ മുന്നോട്ട് പോയി. പാമ്പള ഡാമിനടുത്ത് വെച്ച് ആളെ കണ്ടു. മുഷിഞ്ഞ വേഷം, നടക്കാൻ തന്നെ ബുദ്ധിമുട്ട്, ആകെ അവശനായ അവസ്ഥ. അടുത്തെത്തി വിവരങ്ങൾ ചോദിച്ചു. പേര് ഭരൻ മറാണ്ടി, ജാർഖണ്ഡ് സ്വദേശിയാണ്. 1 മാസം മുമ്പ് ഇദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുമായി ഇവിടെ ഏലത്തോട്ടത്തിൽ ജോലിക്കെത്തിയിട്ടുണ്ടെന്നും അവരുടെ അടുത്തേക്ക് എത്തുന്നതിനായി 2 ദിവസം മുമ്പ് കോൺട്രാക്ടറോടൊപ്പം എറണാകുളത്തെത്തി. ഇതിനിടയിൽ ഭരൻ മറാണ്ടിക്കൊപ്പം വന്ന ആളെ മിസ്സായി. ഏതോ ബസ്സിൽ കയറി വന്ന് ഇറങ്ങിയത് വനമേഖലയിൽ. ഭാര്യയുമായോ മറ്റുള്ളവരുമായോ ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല. കിലോമീറ്ററുകളോളം തന്റെ കുടുംബത്തെ തിരക്കി 2 ദിവസം നടന്നു, ഭക്ഷണം പോലും കഴിക്കാതെ. പാമ്പള ഡാമിലെ ഗാർഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അവർക്കായി കരുതിയിരുന്ന ഭക്ഷണം ഇദ്ദേഹത്തിന് നൽകി. പോകാനുള്ള സ്ഥലത്തെ ഫോൺ നമ്പർ ഒരു പേപ്പറിൽ എഴുതിയിട്ടിരുന്ന ലഗേജ് വഴിയിലെവിടെയോ നഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അത് പോലീസുകാർ തിരഞ്ഞു കണ്ടെടുത്തു. ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടു. അണക്കരയിലുള്ള ഒരു സ്ഥാപനമാണെന്നും അവിടെ ഏലക്കാ പണിക്ക് വന്ന ആളാണെന്നും അവരുടെ കൂടെയുള്ളവർ ഒരാളുടെ ഭർത്താവിനെ മിസ്സായിട്ടുണ്ടെന്നും പറഞ്ഞു. പിന്നീട് ഒരു KSRTC ബസിന്റെ കണ്ടക്ടറെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഭരൻ മറാണ്ടിയെ കയറ്റി അണക്കരയ്ക്ക് വിട്ടു. കണ്ടക്ടർ അയാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന കാര്യം ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്തു നിറവേറ്റി. ഭരൻ മറാണ്ടി ഇപ്പോൾ കുടുംബത്തോടൊപ്പം അണക്കരയിലെ നന്ദീശ ആശ്രമത്തിലെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കഞ്ഞിക്കുഴി പോലീസിന്റെ ഈ ഇടപെടൽ ഒരു മാതൃകയാണ്. പോലീസിൻ്റെത് മാത്രമല്ല, KSRTC ജീവനക്കാരുടെയും ഒപ്പം വിവരം പോലീസിനെ അറിയിച്ച നാട്ടുകാരൻ്റെയും ഒക്കെ ഇടപെടൽ മാതൃകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോഴാണ് മനുഷ്യത്വം എന്ന വാക്കിന് അർത്ഥമുണ്ടാകുന്നത്. ആ വാക്കിനെ അർത്ഥപൂർണ്ണമാക്കിയിരിക്കുകയാണ് കഞ്ഞിക്കുഴി പോലീസ്. ക്യാമറാമാൻ അരുൺ രാജുവിനൊപ്പം സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.